ഹൃദയത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. പുറകെട്ടുപോയ ഉപ്പായ എന്നെ പുറകൂട്ടിയിടണമേ. കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവെന്നെ നയിക്കും പോലെൻ ജീവിത പാതയിൽ തുടരാൻ. ആത്മാവെന്നെ നയിക്കും പോലെൻ ജീവിത പാതയിൽ തുടരാൻ. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഫിലിപ്പിയർ 4-ാം അധ്യായത്തിന് 4-ാം വാക്യം പറയുക, നിങ്ങൾ സന്തോഷിക്കണം, ഇടതടവില്ലാതെ സന്തോഷിക്കണം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, സന്തോഷിക്കുവാനുള്ള കാരണം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ലോട്ടറി അടിച്ചതോ, ഒരു രോഗം മാറിയതോ, ഒരു പ്രത്യേക അനുഗ്രഹം ഉണ്ടായതോ അല്ല. നമുക്ക് സന്തോഷിക്കുവാൻ ഒരു കാരണമുണ്ട്. ആ കാരണമെന്ന് പറയുക, നസ്രായനായ യേശു ക്രിസ്തു എനിക്കായി ഉദ്ധാനം ചെയ്തു കഴിഞ്ഞു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപവും ലോകത്തെ മുഴുവന് ഉണ്ടാകട്ടെ എന്ന ഒറ്റവാക്കിനാൽ സൃഷ്ടിച്ചവനുമാണെന്നുള്ള ബോധത്തോടെ സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോവുക സൗഖ്യം എൻ്റെ ജീവിതത്തിൽ നൽകുന്ന സർവശക്തനായ ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ യേശുവിനെ കുറിച്ചാണ്. എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവം, എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവം, എൻ്റെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും ആ പ്രശ്നങ്ങളെ ചവിട്ടി മെതിക്കുവാൻ കഴിയുന്നൊരു ദൈവം, അതുമല്ലെങ്കിൽ എൻ്റെ പ്രശ്നത്തോട് മാറി നിൽക്കുവാൻ പറയുന്ന ഒരു ദൈവം. ആ വലിയ ബോധത്തോടെ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞേ. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞേ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, സൗഖ്യത്തിന്റെ നിറവില് കടന്നു പോകുമ്പോൾ ഇന്ന് രാവിലെ മുഴുവൻ സമയം ഇവിടുത്തെ ലൈവ് കണ്ട് പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യുന്ന സമയത്താണ് അൺഎക്സ്പെക്റ്റഡ് ഒരു ഫോൺ കോൾ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, പ്രഗ്നന്റ് ആയ ഒരു പെൺകുട്ടി അമേരിക്കയിൽ നാഷ്വിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഡോക്ടർ വിധി എഴുതി, നിങ്ങളുടെ അകത്തുള്ള കുഞ്ഞിന് ആംബ്ലിക്കൽ കോർഡില് പ്രസ് ചെയ്യുന്നത് പോലെ ഞെരുങ്ങുന്നത് കൊണ്ട് കുഞ്ഞിലേക്കുള്ള ഫീഡ്, കുഞ്ഞിലേക്കുള്ള സപ്പോർട്ട് കുറഞ്ഞതിനാൽ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റിനും കുഞ്ഞിന്റെ ലൈഫിനും എന്തോ പ്രശ്നമുണ്ട്, ഇവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആക്കണം.
അങ്ങനെ ടെസ്റ്റുകളുടെ പിറകെ ടെസ്റ്റുകളും സ്കാനിങ്ങുമായി കടന്നു പോകുന്ന സമയത്ത്, ഇവിടുത്തെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയം, ഞാൻ വിചാരിച്ചു, എന്തിന് ഞാൻ തളരണം? ഞാൻ വിശ്വസിക്കുന്നത് ഒരു ദൈവത്തിലല്ലേ അത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവം. ചിലതൊക്കെ പിടിച്ചു മേടിക്കേണ്ടതാണ്, പെയ്യാത്ത മഴ പെയ്യിക്കേണ്ടതാണ്, ചിലതൊക്കെ യുദ്ധം ചെയ്ത് നേടേണ്ടതാണ്. അതുകൊണ്ട് കിട്ടിയ ഫോണില് ഈ വ്യക്തിയെ വിളിച്ചിട്ട് ജീവിത പങ്കാളിയുടെ കരങ്ങളിൽ കൊടുക്കുവാൻ പറഞ്ഞു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, നാഷ്വില്ലിലെ ഹോസ്പിറ്റലില് കിടക്കുന്ന പെൺകുട്ടി ഫോണ് അവളുടെ ഉദരത്തോട് ചേർത്ത് വെച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹാർട്ട് ബീറ്റിന് കുറവ്, കുഞ്ഞിന്റെ ജീവന് കുറവ്, വളർച്ച കുറവുള്ള കുഞ്ഞിനെ നോക്കി പ്രാർത്ഥിക്കുവാൻ ഫോൺ എടുത്ത് ഈ പെൺകുട്ടിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നീ ഉദരത്തിലേക്ക് ഫോൺ ചേർത്ത് വെക്കുക. അറിയാതെ ഞാൻ വിളിച്ചു, അല്ലയോ കുഞ്ഞെ, നീ ജനിക്കും മുമ്പേ നിന്റെ ജനനം തീരുമാനിച്ചവൻ, നീ ജനിക്കും മുമ്പേ നിന്റെ ഫ്രെയിം എന്തെന്നറിഞ്ഞവൻ, നീ കാണും മുമ്പേ നിന്നെ കണ്ടവൻ, അമ്മയുടെ ഉദരത്തിൽ രൂപമെടുക്കുന്നതിന് മുമ്പേ നിനക്ക് വേണ്ടി പദ്ധതി എഴുതി ജീവന്റെ പുസ്തകത്തിൽ എഴുതിയവൻ കൽപ്പിക്കുന്നു, നിന്നെ യേശു എന്ന സത്യനാമത്തില് ഉയർത്തെഴുന്നേൽക്കുവാൻ നിനക്ക് സാധ്യതയുണ്ടെങ്കിൽ ഈ നിമിഷം നീ ജീവൻ പ്രാപിക്കട്ടെ. ഈ കുഞ്ഞ് ജീവൻ പ്രാപിച്ചു എന്നതിന് തെളിവായി ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് തുള്ളിച്ചാടട്ടെ എന്ന് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, പ്രാർത്ഥനയുടെ സമയത്ത് ഫോണിലൂടെ ഈ അമ്മ ഇങ്ങനെ ഞെരുങ്ങി. എനിക്ക് കേൾക്കാം കുഞ്ഞിന്റെ ചലനങ്ങള്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, യേശു എന്ന് പറയുകയും ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് മുകളിലേക്ക് കുതിച്ചു ചാടി ഈ വയറിന്റെ മുകളില് തള്ളിപ്പിടിക്കുന്നത് പോലെ കുഞ്ഞിന് പരിപൂർണമായ സൗഖ്യം നൽകുവാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ വിശ്വസിക്കുക. ഈ അഭിഷേക നിറവ് ജീവിതങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് പറ്റുന്ന, യേശുവിന് പറ്റുന്ന ഒരു ദിവസമാക്കിയില്ലെങ്കിൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, നാളെ അല്ലെങ്കിൽ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത നാളുകൾ നിങ്ങൾ ഇവിടെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, യേശു ആരാണ്? ബൈബിളില് ഒരു വാക്ക്, ബൈബിൾ ഇങ്ങനെ ഏറ്റവും അധികമായി താലോലിക്കുന്ന ഒരു വാക്കാണ് ബൈബിളിൽ യോഹന്നാൻ 3:16. ബൈബിൾ ഇങ്ങനെയാണ് പറയുക, തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. 2 പോയിന്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എഴുതി വെക്കണം. ഒന്ന് ദൈവത്തിൽ പോരാ, യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളും, ശ്രദ്ധിച്ചോണം, ഒരാൾ പോലും, ശ്രദ്ധിച്ചോണം, ഒരു ക്യാൻസർ രോഗി പോലും, ശ്രദ്ധിച്ചോണം, ഒരു ട്യൂമർ പോലും, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, യേശുവിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അവൻ നിങ്ങളെ തൊട്ടിരിക്കും. പോയിന്റ് നമ്പർ 1, യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ, തന്നിൽ വിശ്വസിക്കുന്ന ഒരാളും നശിച്ചു പോകത്തില്ല. ഇത് ദൈവം പറയുന്ന വാക്ക്. യേശുവിൽ വിശ്വസിക്കണം, വിശ്വസിച്ചാൽ അവൻ നശിക്കത്തില്ല എന്ന 2 വാക്കുകൾ ചേർത്ത് വെച്ച് ഇന്നത്തെ വചനം തുടങ്ങുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, നിങ്ങളുടെ നമ്പർ തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു ദൈവം ലോകത്തിന്റെ ഏതോ കോണിൽ നിങ്ങളെ നോക്കിയിരിപ്പുണ്ട്. നിങ്ങളുടെ നടുവേദന അറിയാൻ പറ്റുന്ന ഒരാൾ, നിങ്ങളുടെ നൊമ്പരം അറിയുന്ന ഒരാൾ, നിങ്ങളുടെ നമ്പർ അറിയുന്ന ഒരാൾ, ആ ദൈവം ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഞാൻ എന്തിനു വിഷമിക്കണം? ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഞാൻ ഇതിന്റെ കാതലായ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ആരാധന സൗഖ്യത്തിന്റെ ആരാധനയാണ്. വീൽ ചെയർ എടുത്തെറിയണം, രോഗങ്ങൾ എടുത്തെറിയണം, വേദന എടുത്തെറിയണം. പക്ഷെ ഒരു കാര്യം, ദൈവവചനം കടന്നു വരാതെ, ദൈവം കടന്നു വരാതെ, യേശു കടന്നു വരാതെ ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരാളെ പോലും തൊടാനാവത്തില്ല. ആ തൊടണമെങ്കിൽ ആ തൊടൽ കിട്ടേണ്ടത് യേശുവിന്റെ കരസ്പർശത്തിലൂടെയാണ്. ആ വലിയ ബോധത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളും നശിച്ചു പോകത്തില്ല. അതിലൊറ്റ കണ്ടീഷനേ ഉള്ളൂ, യേശുവിൽ വിശ്വസിക്കണം. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഞാന് പള്ളിയിൽ പോകുന്നതാകാം, പ്രാർത്ഥിക്കുന്നതാകാം, പക്ഷേ എൻ്റെ ജീവിതത്തില് ഈ യേശു ആരെന്ന് തിരിച്ചറിയാതെ
ഈ അത്ഭുതമോ അടയാളങ്ങളോ എൻ്റെ ജീവിതത്തിൽ കടന്നു വരണമെന്ന നിർബന്ധമില്ല. തിരിച്ചറിയേണ്ട ഒരു വ്യക്തി എന്ന് പറയുക ഈ ദൈവത്തെയാണ്. ഈ ദൈവം ആരെന്ന്, യേശു ആരെന്ന്, യേശുവിന്റെ അടിസ്ഥാനം ആരെന്ന്, എന്താണ് യേശുവെന്ന് തിരിച്ചറിയുന്നതോടുകൂടി മാത്രമേ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ അതിന് തൊടാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, അഭിഷേക നിറവല്ല തൊടുക, കാരിസ്മനല്ല തൊടുക, അച്ഛനല്ല തൊടുക, ഈ വ്യക്തിയല്ല തൊടുക. തൊടുവാൻ ലോകത്തിൽ ഒരുവനേ ഉള്ളൂ. അവന്റെ പേര് നസ്രായനായ യേശു ക്രിസ്തു. തിരിച്ചറിയേണ്ടത് യേശുവിനെയാണ്. എന്നെയോ ഇവിടെ ഇരിക്കുന്ന വ്യക്തിയെയോ ഏതെങ്കിലും സാഹചര്യങ്ങളെയോ അറിഞ്ഞതുകൊണ്ട് ഒരു സാധ്യതയുമില്ല. അറിയേണ്ട വ്യക്തി യേശുവാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, അറിയണം. ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട അത്ഭുതമാണ് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തില് ജന്മന അന്ധനായ വ്യക്തിയെ ദൈവം തൊട്ട് സൗഖ്യം നൽകുന്നത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, അന്ധനായവൻ സൗഖ്യമാക്കപ്പെട്ടപ്പോൾ യഹൂദർ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ കടന്നു പോകുന്ന അവൻ, തള്ളപ്പെട്ട അവൻ ഒരു ദിവസം യേശുവിനെ 9-ാം അധ്യായത്തിൽ വെച്ച് തന്നെ കൂട്ടിമുട്ടുന്നു. ഈ കൂട്ടിമുട്ടലിൽ യേശു അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നോ? കാഴ്ച കിട്ടിയവൻ അവനോട് തിരികെ ചോദിച്ചു, മനുഷ്യപുത്രനിൽ അവനിൽ വിശ്വസിക്കാൻ അവൻ ആരാണ്? യേശു മറുപടി പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഈ ഞാൻ തന്നെയാണ് ആ മനുഷ്യപുത്രൻ. ഈ സമയം കാഴ്ച കിട്ടിയവൻ സാഷ്ടാംഗം വീണ് അവനെ ആരാധിക്കുന്നതായി ബൈബിൾ വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ടത് യേശുവാണ്. യേശു എന്നത് വെറുമൊരു ദൈവമായി, വെറുമൊരു സത്യമായി, വെറുമൊരു മനുഷ്യപുത്രനായി കടന്നുപോയാൽ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു നഷ്ടം വരും. അതുകൊണ്ട് തന്നെ തിരിച്ചറിയേണ്ടത് യേശു എന്ന ഒരു വലിയ സത്യത്തെയാണ്. എത്രമാത്രം എനിക്ക് അറിയാൻ പറ്റുന്നതനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, റോമായുടെ ലേഖനം വിശുദ്ധ പൗലോസ് ശ്ലീഹ 3-ാം അധ്യായത്തിന്റെ 10, 11, 12 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ബൈബിളിൽ ഒന്നെടുത്ത് വായിക്കണം. ബൈബിൾ ഇങ്ങനെയാണ് പറയുക: നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. അടുത്ത വാക്ക് പറയുന്നു, കാര്യം ഗ്രഹിക്കുന്നവനില്ല. വീണ്ടും അടുത്ത വചനം പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല. വീണ്ടും പറയുന്നു, എല്ലാവർക്കും തെറ്റുപറ്റിയിരിക്കുന്നു, എല്ലാവരും ഒന്നടങ്കം വഴിതെറ്റിപ്പോയിരിക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. അടുത്ത വാക്ക് പറയുന്നു, കാര്യം ഗ്രഹിക്കുന്നവനില്ല. വീണ്ടും പറയുന്നു, ദൈവത്തെ, ശ്രദ്ധിച്ചോണേ, ദൈവത്തെ അന്വേഷിക്കുന്നവൻ ഇല്ല. എന്നിട്ട് പറയുന്നു, എല്ലാവർക്കും തെറ്റുപറ്റിയിരിക്കുന്നു, എല്ലാവരും ഒന്നടങ്കം വഴിതെറ്റി പോയിരിക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, കാലഘട്ടങ്ങളുടെ നടുവില് ഇന്ന് വിശ്വാസം വർദ്ധിക്കുകയും ധ്യാനങ്ങളും കൺവെൻഷനും വർദ്ധിക്കുകയും ചെയ്യുന്ന ഈ സാധ്യതകളുടെ നടുവിൽ ദൈവത്തിന്റെ വചനം പൗലോസ് ശ്ലീഹ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: എല്ലാവർക്കും വഴിതെറ്റിപ്പോയിരിക്കുന്നു, കാര്യം ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഈ അഭിഷേക നിറവില് തേടേണ്ടത് സൗഖ്യമല്ല, തേടേണ്ടത് രോഗശാന്തിയല്ല, തേടേണ്ടത് സാമ്പത്തിക അനുഗ്രഹമല്ല, തേടേണ്ടത് എന്റെ കുഞ്ഞിനെയല്ല, തേടേണ്ടത് മദ്യപാനത്തിന് മാറ്റമല്ല, തേടേണ്ടത് ഒരു ലോണല്ല, തേടേണ്ടത് സാമ്പത്തിക അനുഗ്രഹമല്ല. ബൈബിൾ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കണം. Everyone, എല്ലാവരും, all have sinned and fall short of the glory of God. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സിൽ നിന്ന് അകന്നു എന്ന് ബൈബിൾ പറയുന്നു. അതുകൊണ്ട് ബൈബിൾ നമ്മളോട് പറയുന്നു,
ദൈവമാരെന്ന് അന്വേഷിക്കണം. 1 കൊരിന്ത്യൻസ് 1-ാം അധ്യായം 18 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ബൈബിളില് വളരെ പ്രാധാന്യമേറി പൗലോസ് എഴുതി വെച്ചിരിക്കുന്നു. ബൈബിൾ വചനം പറയുന്നു, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, എന്നാൽ രക്ഷയിലൂടെ നയിക്കപ്പെടുന്ന നമ്മൾക്ക് ദൈവത്തിന്റെ രക്ഷാകര ശക്തിയാണ് യേശുക്രിസ്തു. വീണ്ടും വചനം മുന്നോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നല്ലോ. വീണ്ടും 20-ാം വാക്യം, വിജ്ഞാനി എവിടെ? അടുത്ത വാക്യം, നിയമജ്ഞൻ എവിടെ? ഈ യുഗത്തിന്റെ താർക്കികൻ എവിടെ? അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്താൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഈ ലോകത്തിലെ വിജ്ഞാനി എവിടെ? താർക്കികൻ എവിടെ? ബൈബിൾ പറയുന്നു, എല്ലാവരും വഴിതെറ്റിപ്പോയി. ഈ ലോകത്തിലെ വിജ്ഞാനത്തിന്റെ പേരിൽ ദൈവവിജ്ഞാനം, ദൈവജ്ഞാനം, ദൈവം എന്തെന്ന് തിരിച്ചറിയാതെ ലോകം ഓടിത്തുടങ്ങി. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, സഭ നേരിടുന്ന പ്രശ്നങ്ങളില് ഇന്ന് ആണിനെയും പെണ്ണിനെയും നേരിട്ട് തുടങ്ങിയിരിക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, പരതി നടക്കുന്ന സ്നേഹം ആണിനെയും പെണ്ണിനെയും തേടുമ്പോൾ ഓർക്കുക, എവിടെയോ വിജ്ഞാനം അതപ്പതിച്ചു പോയിരിക്കുന്നു. മറ്റു ചിലരാകട്ടെ, എന്റെ ഉദരത്തിൽ ജനിച്ച കുഞ്ഞിന് സാധ്യതയില്ല എന്ന് കരുതി, എനിക്ക് മുന്നോട്ട് പോകാൻ വഴിയില്ലെന്ന് കരുതി കൊന്നൊടുക്കുന്ന സാഹചര്യങ്ങള്. ദൈവത്തിന്റെ പ്രിയപ്പെടുത്തണമേ, കാരണം മറ്റൊന്നുമല്ല, ജ്ഞാനത്തെ ഞാൻ വെറുത്തുപേക്ഷിച്ചു. ദൈവത്തിന്റെ പ്രിയപ്പെടുത്തണമേ, സയൻസ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്. പക്ഷെ ഓർക്കുക, ഒരു മാത്തമാറ്റിക്സും യേശുവിനേക്കാൾ ഉപരിയല്ല. കണക്കില് യഥാർത്ഥത്തില് 100 ആടുകളുള്ളവൻ 99 വിട്ടിട്ട് ഒന്നിന് പുറകെ പോയ ഒരു മണ്ടത്തരം കാണിച്ച വ്യക്തിയാകാം യേശു ക്രിസ്തു. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഈ ലോകത്തിലെ കണക്കല്ല ദൈവത്തിന്റെ കണക്ക്. ദൈവമെന്ന് പറയുക സയൻസിനപ്പുറം, ശാസ്ത്രങ്ങൾക്കപ്പുറം. ഈ ജ്ഞാനം തിരിച്ചറിയാതെ ലോകം ഇന്ന് ജ്ഞാനമെന്ന് കരുതി ഭോഷത്വമാകുന്ന ജ്ഞാനത്തില്, ലൗകിക ജ്ഞാനത്തില്, ലോകത്തിന്റെ ജ്ഞാനത്തിന് പുറകെ പോകുമ്പോൾ ചിലപ്പോൾ പറയും, ഞാൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ് ദൈവത്തെ ഉപേക്ഷിച്ച് എന്റെ കഴിവിൽ, എന്റെ സമ്പത്തിൽ, എന്റെ ശാസ്ത്രത്തിൽ, എന്റെ വിദ്യാഭ്യാസത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ ഓർക്കുക, അല്ലയോ മർത്യ, നിന്റെ പോക്ക് എങ്ങോട്ടാണ്? ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, വിശ്വസിക്ക. വിടവാങ്ങുന്നേൻ നശ്വരമുലകിൽ പാടുവാൻ നിന്റെ ജീവിതത്തില് എത്ര സമയം ബാക്കി നിൽക്കെ? ഇനിയും നിന്റെ ജ്ഞാനത്തിൽ നീ ആശ്രയിക്കുമ്പോൾ ഓർക്കുക, യേശുവാകുന്ന ജ്ഞാനത്തെ തിരിച്ചറിയാതെ ജീവിതത്തില് മാറ്റമുണ്ടാകത്തില്ല. കഴിഞ്ഞ നാളിൽ ഒരു രാജ്യത്ത് വച്ച ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ ധ്യാനം നടക്കുന്ന സമയം പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, അവൻ ആ രാജ്യത്തേക്ക് വരുവാൻ കാരണം ഒരു ജോലി തേടിയായിരുന്നു, മറ്റൊന്നുമായിരുന്നില്ല. കാരണം ഈ കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന അവന്റെ മോൾക്ക് ഡോക്ടർ വിധി എഴുതി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് വളർച്ചയ്ക്ക് ഒരു തടസ്സം വന്നു കഴിഞ്ഞു. നിങ്ങളുടെ പെൺകുട്ടിയാകുക സാധ്യതയില്ല. കാരണം വളർച്ചയുണ്ടാകേണ്ട ശരീരഭാഗങ്ങൾ മുഴുവൻ വളർച്ച മുരടിക്കും. അതിന് ചേർന്ന ഹോർമോണിൽ ഒരു പ്രശ്നം ഡോക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിലെ
അക്രൈസ്തവനായ ഡോക്ടർ അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവന് വിധി എഴുതി, കുഞ്ഞിന് ഒരു ദിവസം ഈ ഹോർമോൺ ഒരു ഇഞ്ചക്ഷനായി കുത്തിവെക്കണം. അങ്ങനെ ഒരു ദിവസം ഒരു ഇഞ്ചക്ഷനായി കുത്തിവെക്കുമ്പോൾ അതിന് 1000 രൂപ വിലയുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു ഹോർമോൺ കുത്തിവെച്ച് ഒരു ദിവസം 1000 അങ്ങനെ ഒരു മാസം 30,000 രൂപയുടെ ചെലവുമായി അവൻ വേദനയിലായി. എവിടെ വെച്ചോ ആരുടെയോ സഹായത്താൽ ഗൾഫ് രാജ്യത്തേക്ക് ചേക്കേറിയ മകൻ, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനേ, അവന്റെ ജോലിയുടെ പ്രധാനപ്പെട്ടമായ ശമ്പളത്തിന് മുഴുവൻ ഭാഗങ്ങളും ഈ പെൺകുട്ടിയെ വീട്ടിലായിരിക്കുമ്പോൾ ഭാര്യ കുഞ്ഞിനെ എല്ലാ ദിവസവും ഒരു ഇഞ്ചക്ഷൻ നൽകുവാൻ കൊണ്ടുപോയി ഈ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ട് ഈ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയം, യേശു ആരെന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം, കീബോർഡിൽ കൈവച്ചുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ കണ്ണു നിറഞ്ഞ് കരയുന്നത് കണ്ട് ഞാൻ അറിയാതെ എന്റെ സംസാരത്തിന് നടുവിൽ അവനെ ഒന്ന് ശ്രദ്ധിച്ചു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനേ, അവന്റെ കരച്ചിലിന്റെ ആക്കം കൂട്ടി. ഈ സമയം അറിയാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനോടുള്ള ചോദ്യം ഇതായിരുന്നു, നീ യേശുവിൽ വിശ്വസിക്കുന്നോ? അവൻ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും അറിയാത്ത ദൈവത്തിന്റെ വചനത്താൽ ഒന്നും അറിയാത്ത എന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുവാൻ പറഞ്ഞു, അല്ലയോ മകനെ, നിന്റെ മകളെ യേശുവിന്റെ രക്തത്താൽ വിട്ടതാ. യേശുവിന്റെ രക്തം കൊണ്ട് സൗഖ്യം ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് തൊട്ട് കുഞ്ഞിന് മരുന്നിന്റെ ആവശ്യമില്ല. എനിക്കിത് അറിയത്തില്ലായിരുന്നു. അവൻ പൊട്ടിക്കരഞ്ഞിട്ട് അവിടെ ഒന്ന് വിളിച്ചു പറഞ്ഞു, എന്റെ കുഞ്ഞിന്റെ പ്രശ്നം ഇതാണ്, എന്റെ കുഞ്ഞിന് ഹോർമോണിന്റെ പ്രശ്നമാണ്. എന്നാൽ ഞാൻ സർവശക്തനായ യേശുവിൽ വിശ്വസിക്കുന്നു. ഇന്ന് തൊട്ട് യേശുവാണ് എന്റെ ദൈവം. എന്റെ കുഞ്ഞിന് ഇന്ന് തൊട്ട് മരുന്ന് കൊടുക്കണ്ട എന്ന് ഞാൻ നാട്ടിലേക്ക് വിളിച്ചു പറയും. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനേ, അന്ന് അവൻ അവന്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ഇന്ന് തൊട്ട് ഇഞ്ചക്ഷൻ കൊടുക്കണ്ട. എല്ലാ ദിവസവും കുഞ്ഞിന്റെ ദേഹത്ത് കൈവച്ചിട്ട് യേശുവിന്റെ രക്തത്താൽ കുഞ്ഞിന് സൗഖ്യമുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനേ, എന്ത് ചെയ്യുവാൻ? അടുത്തൊരു മാസം ഈ കുഞ്ഞിന് ഇഞ്ചക്ഷൻ കൊടുത്തില്ല. ഈ ഒരു ഹോർമോൺ ആ കുഞ്ഞിന് കൊടുത്തില്ല. ഏതായാലും ഒരു മാസം കഴിഞ്ഞ് റൊട്ടീൻ ചെക്കപ്പിനായി ഡോക്ടറുടെ അടുത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുചെന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനേ, ഡോക്ടർ കുഞ്ഞിനെ ചെക്ക് ചെയ്തിട്ട് അവരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ മരുന്ന് ചേഞ്ച് ചെയ്തെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ കുഞ്ഞിന്റെ ഈ ഒരു ഹോർമോണിന്റെ ലെവലിന് വളരെ വലിയ വ്യത്യാസം ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കൊടുക്കുന്ന മരുന്നാണ് നിങ്ങൾ കൊടുക്കേണ്ടത് എന്ന്. ഈ പെൺകുട്ടി മരുന്ന് മാറിയത് കുഴപ്പമാകുമെന്ന് കരുതി പേടിച്ച് ഡോക്ടറോട് സംസാരിച്ചില്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനേ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ സർവ്വ പ്രശ്നങ്ങളും യേശുവാകുന്ന ജ്ഞാനം എടുത്തുമാറ്റി ആ പെൺകുട്ടിക്ക് അന്നു തൊട്ട് വളർച്ചയായി. ഒരു പ്രശ്നവുമില്ലാതെ ഇന്ന് അവൾ ജീവിച്ചിരിക്കുന്നു.